സിനിമ പാരഡീസോയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പുതിയ സിനിമയാണ്, ദ ലോസ്റ്റ് ബസ്. അമേരിക്കയിലെ ഒരു നഗരം, വനമേഖലകളാൽ ചുറ്റപ്പെട്ട നഗരസമുച്ചയത്തിലേക്ക് പടർന്നു പിടിക്കുന്ന തീയും അതിൻ്റെ വേഗതയിൽ വെന്തുരുകുന്ന മനുഷ്യരും വസ്തുക്കളും, അങ്ങനെ നഗരം തന്നെ അഗ്നിയിലില്ലാതാവുന്ന നിമിഷത്തിൽ അതിനെ തരണം ചെയ്യുന്ന മനുഷ്യർ. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും അലട്ടുന്ന കെവിൻ എന്ന സ്കൂൾ ബസ് ഡ്രൈവറാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. ഒരു സാധാരണ പ്രവൃത്തി ദിവസം നഗരമാകെ ഒരു വലിയ കാട്ടുതീ പടരുന്നു. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയും കൂടുതൽ സ്ഥലത്തേക്ക് അത് അതിവേഗത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 22 കുട്ടികളെയും കൊണ്ട് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ദൗത്യം ബസ് ഡ്രൈവറായ കെവിന് ഏറ്റെടുക്കേണ്ടി വരുന്നു. തുടർന്ന് കെവിനും അധ്യാപികയായ മേരിയും ചേർന്ന് ഈ കുട്ടികളുമായി നടത്തുന്ന അതിസാഹസികമായ യാത്രയുടെ നേർക്കാഴ്ചയാണ് ദ ലോസ്റ്റ് ബസ്. ഒരു മസ്റ്റ് വാച്ചാണ്. റീസെൻ്റ്ലി ആപ്പിൾ TV റിലീസായ ഒരു അമേരിക്കൻ സർവൈവൽ ഡ്രാമയാണിത്. 2018 കാലിഫോർണിയയുടെ ചരിത്രത്തിൽ പടർന്നു പിടിച്ച ഏറ്റവും മാരകമായ തീപിടുത്തത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ട് തുടങ്ങുന്ന ചിത്രം മെയിൻ ഇൻസിഡൻറ്റിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ വളരെ ആകർഷകവും വൈകാരിക മുഹൂർത്തങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. VFX വർക്ക്സ്, മേക്കിംഗ്, പെർഫോമൻസുകൾ, ടെക്നിക്കൽ സൈഡ് എന്നിവയിലൂടെയുള്ള മികവ് കൊണ്ട് ഈ സിനിമ മികച്ച ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ് ദ ലോസ്റ്റ് ബസ്.